ഗോഡ്വിൻ ആർക്കിടെക്ചർ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത തിയഡോർ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജസ്റ്റിൻ സാർ, ഡോക്ടർ ജയന്തി ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഗോഡ്വിൻ ആർക്കിടെക്ചർ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഈ പ്രൊജക്റ്റ് ട്രിവാൻഡ്രത്ത് കിംസ് ഹോസ്പിറ്റലിനടുത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംപററി റെസിഡൻഷ്യൽ സ്റ്റൈലിലാണ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺസും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഗേറ്റ് ചെയ്തിരിക്കുന്ന HPL ഷീറ്റിലും GA-ലുമാണ്. അതുപോലെ തന്നെ ഫസാഡിലും ആ ഡിസൈൻ എലമെൻറ്റ് വരത്തക്ക രീതിയിലാണ്, ഗേറ്റിലും ഫസാഡിലും വരുന്നത്തക്ക രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന് ഫ്രണ്ടിലായിട്ട് കുറച്ച് ലാൻഡ്സ്കേപ്പ് ഏരിയ ചെയ്തിരിക്കുന്നു. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആണ്. അതുപോലെ തന്നെ കാസ്കേഡ് കൊടുത്തിട്ട് ചെറിയൊരു വാട്ടർ ബോഡി വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രിപ്പിൾ ഹൈറ്റ് ഏരിയയിലുള്ള ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണിത്. ഒരു 3 ഫ്ലോറായിട്ട് വരും. ഏകദേശം 4 ബെഡ്റൂം, ലിവിങ്, ഡൈനിങ്, കിച്ചൺ ആൻഡ് മെയ്ഡ് റൂം, വർക്ക് ഏരിയ ആൻഡ് കോർട്ട്യാർഡ്, പ്രേയർ സ്പേസ്, സ്റ്റെയർ ഏരിയ, അതുപോലെ ഫാമിലി ലിവിങ് സ്പേസ്, ഫോർമൽ ലിവിങ് സ്പേസ്, അങ്ങനെ കുറച്ച് ഏകദേശം 6000 സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു പ്രൊജക്റ്റാണിത്. പ്രെയർ ഏരിയയുടെ ആ ഒരു ഭാഗത്ത് നമ്മളൊരു മൊറോക്കൻ ഡിസൈനിൽ വരുന്ന വെട്രിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വോളിലൊരു റിലീഫ് സ്കൾപ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു ലീഫിൻ്റെ ഒരു ഡിസൈൻ വരത്തക്ക രീതിയിൽ അവിടെ വുഡൻ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട്. കർട്ടൻസ് എല്ലാം തന്നെ നമ്മുടെ ഒരു ഓട്ടോമേഷനാണ് ചെയ്തിരിക്കുന്നത്. റിമോട്ടിലും കമാൻഡിലും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ കർട്ടൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ടോസ്റ്റം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അലൂമിനിയം വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആയിട്ടും ഓപ്പണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെയർ ഫാബ്രിക്കേറ്റ് ചെയ്ത് സ്റ്റീൽ സ്ട്രക്ചർ ചെയ്ത് വുഡൻ കവർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരു ലൈവ് പ്ലാന്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. കോട്ട്സാണ് കിച്ചൺ ടോപ്പിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത്. സിംബോളോടെ ടൈൽസ്, ഫ്ലോറിംഗ് ടൈൽസും അതുപോലെ വാൾ ടൈൽസും ആണ് മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ചാർക്കോൾ പാനൽസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോമൺ വാഷ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ അവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എല്ലാ ലൈറ്റ്സും ഫിലിപ്സിൻ്റെ ലൈറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പല ടൈമിലും അതിന് നമുക്ക് കളർ വേരിയേഷൻസ് കൊടുക്കത്തക്ക രീതിയിൽ ഓട്ടോമേഷനും ചെയ്തിട്ടുണ്ട്. എല്ലാ ഫ്ലോറിലോട്ടും പോകുന്നതിന് ലിഫ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ബെഡ്റൂമിലോട്ട്, ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ അവിടെ ഡ്രസ്സർ കൊടുത്തിട്ടുണ്ട്, ഒരു TV വാൾ കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ്റൂംസ്, ടോയ്ലറ്റ്, പാർട്ടീഷനോട് കൂടിയിട്ടുള്ള ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ട്രിപ്പിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫ്ലോറിൽ നിന്ന് തന്നെ നമുക്ക് കോമൺ ഏരിയ ഒരു പ്രെയർ ഏരിയ നമുക്ക് താഴെ മുകളിൽ നിന്നും എല്ലാ ഫ്ലോറിൽ നിന്നും തന്നെ കാണത്തക്ക രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാല് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂമിലും ആവശ്യത്തിന് സ്റ്റോറേജ്, അതുപോലെ തന്നെ സൈഡ് ടേബിൾസ്,
ബെഡ് ലാംപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത് ബെഡിൻ്റെ ഫ്ലോർ അടിയിൽ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വിൻഡോസിലും അതുപോലെ ഫസാഡിലും ഒക്കെ കൊടുത്തിരിക്കുന്നു. അതേപോലെ ടെറസ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രൈവസി കിട്ടത്തക്ക രീതിയിലാണ് ഫസാഡ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വുഡൻ ഫ്ലോറിംഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും തന്നെ ഡ്രസ്സിങ് ഏരിയ വാക്കിംഗ് ക്ലോസറ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതുതന്നെ മേക്കപ്പ് ടേബിളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അയണിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു അയണിങ് പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. ബെഡ്റൂംസ് എല്ലാം വുഡൻ ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ടോയ്ലറ്റും ഓരോ ബെഡ്റൂംസും അതിൻ്റേതായ കളർ തീമും കളർ പാലറ്റും യൂസ് കൊടുത്തുകൊണ്ട് തന്നെ ഓരോ റൂമുകൾക്കും അതിൻ്റേതായ ഡിഫറൻസ് ഫീൽ ചെയ്യും. ഗോഡ്വിൻ ആർക്കിടെക്ചറിൻ്റെ മറ്റൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നതുവരെ താങ്ക് യു സോ മച്ച്.